അടുത്തത് എന്താണ് ലയബിലിറ്റി എന്ന് നോക്കാം. ഓക്കെ, എടാ നീ ഇപ്പോൾ 5000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, നിനക്ക് കൊടുക്കണം അയാൾക്ക്. ഓക്കെ, അത് നിനക്ക് കൊടുത്തു തീർക്കാനുള്ള ബാധ്യത നിനക്കില്ലേ? അതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്, ബാധ്യത. ഓക്കെ, അപ്പോൾ കറണ്ട് ലയബിലിറ്റി ഉണ്ട്, ലോങ് ടേം ഉണ്ട്. കറണ്ട് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഷോർട്ട് ടേം ആയിരിക്കും. അതായത് നിന്റെ ബിസിനസ് അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? 10,000 രൂപ നിന്റെ സപ്ലയർക്ക് കൊടുക്കാനുണ്ട്, വിത്തിൻ 6 മന്തിൽ തന്നെ നീ എന്ത് ചെയ്യും? കൊടുക്കുമെന്ന് വെക്കുക. അപ്പോൾ അത് ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്, കറണ്ട് ലയബിലിറ്റിയാണ്, കുറച്ച് കാലമല്ലേ ഉള്ളൂ, അതാണ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ എടുക്കുന്ന ബാങ്കിലെ ലോണ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഒക്കെ പറയുന്നുണ്ട്. അടുത്തതാണ് ലോങ് ടേം ലയബിലിറ്റീസ്. ലോങ് ടേം എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ തന്നെയുണ്ട്, അതിൻ്റെ കാലാവധി 1 വർഷത്തിൽ കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നു. ഓക്കെ, അതായത് 5 വർഷത്തേക്കൊക്കെ നമ്മൾ ലോൺ എടുക്കില്ലേ? അത്തരം ലയബിലിറ്റീസ് ആണ് എന്ത്? ലോങ് ടേം ലയബിലിറ്റീസ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് താഴെയുള്ളത്.